Hi dudes, എല്ലാവർക്കും ടെക്നോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് OnePlus Nord CE 5Gയുടെ അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനായിട്ടുള്ളത് OnePlusൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും പ്രൈസ് കുറവായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു ഫോണാണ് OnePlus Nord CE 5G. 22,999 രൂപയാണ് ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 6GB 128GB വേരിയൻറ്റിന് വരുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഈ ഫോണെന്നൊക്കെ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക്നോ എന്ന യൂട്യൂബ് ചാനലാണ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും സമയം കണ്ട ലെറ്റ്സ് ഡു ഇറ്റ്. നമുക്ക് ബോക്സ് ഇട്ട് നോക്കാം. OnePlus Nord സെയിം ആസ് ബോക്സാണ് വന്നിരിക്കുന്നത് ഈ CE 5Gയിൽ. സൈഡിലേക്ക് വരുമ്പോൾ OnePlus എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ബാക്ക് സൈഡിലേക്ക് നേരിട്ട് പോവാം. ബാക്ക് സൈഡിൽ മെയിനായിട്ട് എഴുതിയിരിക്കുന്നത് ഷെയർ വാല്യൂ ആണ്. 1.19 ആൻഡ് 1.06 ആണ് ഷെയർ വാല്യൂ വരുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ബേസ് വേരിയൻ്റ് ആണ് 6GB 128GB വേരിയൻ്റ് ആണ്. നമ്മുടെ OnePlus Nord ഇറങ്ങിയപ്പോൾ 128GB വേരിയൻ്റ് അല്ല, ബേസ് വേരിയൻ്റ് ആയിരുന്നു, 64 ആയിരുന്നു. ഇതിപ്പോൾ 128GB വേരിയൻ്റാണ് നമുക്ക് വരുന്നത്. കളർ വരുന്നത് ചാർക്കോൾ ഇങ്ക് എന്ന് പറഞ്ഞ കളറാണ് വരുന്നത്. നമുക്ക് പ്രൈസ് നോക്കാം. 22,999 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യാം. OnePlusൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കുന്ന ഫോൺ എങ്ങനെയുണ്ട് നമുക്ക് നോക്കണം. നമ്മളെന്തായാലും പ്ലാസ്റ്റിക് റാപ്പൊക്കെ റിമൂവ് ചെയ്യാം. നമുക്ക് കത്തി ഉപയോഗിക്കേണ്ട വന്നില്ല, അല്ലാണ്ട് തന്നെ റിമൂവ് ആയി. ഓക്കെ, ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ഫോണാണ് വരുന്നത്. നമുക്ക് എന്തായാലും മാറ്റി വയ്ക്കാം. നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. ഫസ്റ്റ് തന്നെ വരുന്നത് TPU കേസാണ്. TPU കേസ് അതുപോലെ തന്നെ കുറച്ച് പേപ്പർ വർക്ക്സ് ഒക്കെ ഇരിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. സിമുലേഷൻ ടൂളാണ് ഫസ്റ്റ് വരുന്നത്. പേപ്പർ വർക്ക്സ് വരുന്നുണ്ട്. പിന്നെ നോഡിൻ്റെ ഒരു ചെറിയ വെൽക്കം ലെറ്റർ ഒക്കെ ആയിരിക്കും. ഓക്കെ, അത് വരുന്നുണ്ട്. പിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, കുറച്ച് സ്റ്റിക്കേഴ്സ് നമ്മുടെ നോഡിൽ വന്നിട്ടുണ്ടായിരുന്ന പോലെ തന്നെ ഇപ്പോൾ CE 5Gയിൽ അതുപോലെ തന്നെ വരുന്നത്. ഷെയർ വാല്യൂ, സേഫ്റ്റി മെഷേഴ്സ്, അതുപോലെ തന്നെ റെഡ് കേബിൾ ക്ലബിൻ്റെ ഒരു മെമ്പർഷിപ്പ് കാർഡ്. ഇത് നമ്മുടെ OnePlus Nordലും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ബോക്സിൽ വരുന്നത് റാപ്പ് ചാർജറാണ്. 30 വാട്ട്സിൻ്റെ ഒരു റാപ്പ് ചാർജിങ് ആണ് ബോക്സിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ റെഡ് ആൻഡ് വൈറ്റ് കേബിൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത്രയും കേസസാണ് വന്നിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് റാപ്പൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, റിമൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കേസ് പറയുന്നുണ്ട്. NFC ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫോണിൻ്റെ. NFC സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, ചാർക്കോൾ ഇങ്ക് കളറാണ് വന്നിരിക്കുന്നത്. നല്ലൊരു അടിപൊളി കളറായുണ്ട്. നൈസ്. ചെറുതായിട്ടൊന്ന് വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ സൈഡിലേക്ക് ആക്കുമ്പോൾ. ഫസ്റ്റ് ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ഫീൽ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. നല്ലൊരു ഹാൻഡ് ഫീൽ തരുന്നുണ്ട്. ഉണ്ടോ, നല്ല വെയ്റ്റ്ലെസ് ആണ്. വെയിറ്റ് ഭയങ്കര കുറവാണ്. 174 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല നമുക്കിങ്ങനെ സുഖമായിട്ട് കൈപിടിച്ച് യൂസ് ചെയ്യാം. ഹാൻഡ് ഫീലൊക്കെ അടിപൊളിയാണ്. നമുക്ക് ഡിസൈൻസ് നോക്കുമ്പോൾ നമ്മുടെ OnePlus Nordൻ്റെ പോലെ തന്നെ ഒരു 4 ക്യാമറയ്ക്ക് പകരം 3 ക്യാമറയാണ് വന്നിരിക്കുന്നത്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ഫ്ലാഷ് വരുന്നുണ്ട് ഇവിടെ. ബാക്കിയൊക്കെ സെയിം ആസ് ആണ് വന്നിരിക്കുന്നത്. ബാക്കൊക്കെ കാണാനായിട്ട് സെയിം ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഫ്രണ്ടിൽ വരുമ്പോൾ ഉണ്ടോ ഒരു ക്യാമറയാണ് വന്നിരിക്കുന്നത്. OnePlus Nordന് 2 ക്യാമറ ഉണ്ടായിരുന്നു. നമ്മുടെ OnePlus Nord CE 5Gക്ക് ഒറ്റ ക്യാമറ വെച്ചിട്ടുള്ളൂ ഫ്രണ്ടിൽ. ബാക്കി കേസ് വരുമ്പോൾ ഇതൊരു പ്ലാസ്റ്റിക്കാണ്. ബാക്കിൽ പ്ലാസ്റ്റിക് ഡിസൈനാണ് വരുന്നത്. പോളികാർബണേറ്റ്. ഓക്കെ, പോളികാർബണേറ്റ് ആണ് വരുന്നത്. പക്ക നമ്മുടെ OnePlus Nord കയ്യിൽ പിടിക്കുമ്പോൾ അതൊരു ഗ്ലാസ് ഫീൽ കിട്ടണ പോലെ തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ഗ്ലാസ് പോലെ പെട്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതൊരു പ്ലാസ്റ്റിക്കാണ്, പോളികാർബണേറ്റ് ആണ് വന്നിരിക്കുന്നത്. പോർട്സ് ആൻഡ് ബട്ടൺസ് നമ്മൾ നോക്കുമ്പോൾ ഇടത്തെ സൈഡിൽ വരുന്നത് വോളിയം റോക്കേഴ്സ്, അതുപോലെ തന്നെ സിം ട്രേ ആണ്. സിം ട്രേ ജസ്റ്റ് നമുക്ക് നോക്കാം. സിം ട്രേ എങ്ങനെ വരുന്നത് നോക്കാം. ഓക്കെ, സിം ട്രേ ഒരു നാനോ സിം ട്രേ ആണ്. 2 നാനോ സിംസ് ഇടാൻ പറ്റും. മൈക്രോ SD കാർഡ് ഇടാൻ പറ്റില്ല. പക്ഷേ അത് പ്രശ്നമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. 128GBയുടെ ബേസ് വേരിയൻ്റ് തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഇഷ്യൂ അല്ല. നമുക്ക് വലത്തെ സൈഡിലേക്ക് വരുമ്പോൾ പവർ ബട്ടൺ ആണ് വരുന്നത്. പവർ ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മിസ്സിങ് ആയിട്ടുള്ള കാര്യമുണ്ട്. അലൈറ്റ് സ്ലൈഡർ ഇതിന് വരുന്നില്ല. അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. ബാക്ക് സൈഡിലേക്ക് നമുക്ക് വരുമ്പോൾ 3.5mm ഹെഡ് ജാക്ക് വരുന്നുണ്ട്. USB Type-C ആണ് വരുന്നത്. മോണോ സ്പീക്കറാണ് വരുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഫോണുകളിലൊന്നും OnePlusന് ഈ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ആയിരുന്നു എല്ലാത്തിലും ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഒരു മോണോ സ്പീക്കർ സെറ്റപ്പും അതുപോലെ തന്നെ 3.5mm ഹെഡ് ജാക്ക് ഇതിൽ വരുന്നുണ്ട് CE 5Gക്ക്. അതൊരു നല്ല കാര്യമാണ്. ഇത്രയും കേസസാണ് പോർട്സ് ആൻഡ് ബട്ടൺസിൽ വരുന്നത്. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കളേഴ്സൊക്കെ നല്ല ബ്രൈറ്റ് ആണ്, നല്ല സൂപ്പർ സ്മൂത്ത് ആണ്. ഓക്സിനോയിസ് എക്സ്പീരിയൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ OnePlusൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്, പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ ഇതിനൊരു 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൂടി വരുന്നുണ്ട്. ഓക്കെ ഉണ്ടോ, 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൂടി വരുന്നുണ്ട്. നമുക്ക് 60 ഹെർട്സിലേക്കും മാറ്റാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കേസ് വരുന്നത്. ഡിസ്പ്ലേ കേസിൽ നോ കോംപ്രമൈസ്. OnePlus ഒന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല കേസിൽ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ഡിസ്പ്ലേ ഭാഗത്ത് തരുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് നോക്കാം. പ്രൊസസ്സർ വരുന്നത് Snapdragon 750Gയുടെ പ്രൊസസ്സറാണ് വരുന്നത്. 5G പ്രൊസസ്സറാണ്.
നമ്മളെടുത്തിരിക്കുന്ന വേരിയൻറ്റ് 6GB 128GB വേരിയൻ്റ് ആണ്. 3 ടൈപ്പ് ഓഫ് വേരിയൻസ് ആണ് ഇതിന് വരുന്നത്. 6GB 128GB നമ്മുടെ കയ്യിലിരിക്കുന്നത്, 8GB 128GB ആൻഡ് 12GB 256GB വേരിയൻസ് ആണ് വരുന്നത്. LPDDR4 ആണ് റാം ടൈപ്പ് വരുന്നത്. അതുപോലെ UFS 2.1 ആണ് വരുന്നത്. ഇത്രയും കേസസ് ആണ് പെർഫോമൻസ് സൈഡിൽ പറയാനായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയാണ് നമുക്ക് ഹൈലൈറ്റായിട്ട് പറയാനുള്ളത്. 4500 mAh ഒരു ബാറ്ററി, അതുപോലെ തന്നെ റാപ്പ് ചാർജ് ആയിട്ട് 30 വാട്ടിൻ്റെ ഒരു റാപ്പ് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ 30 മിനിറ്റിനുള്ളിൽ 70% ചാർജ് കയറുന്നതാണ് OnePlus പറയുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ നോയ്സ് ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്, ആൻഡ്രോയിഡ് ലെവലിലുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം അപ്ഡേറ്റഡ് ആയിട്ടാണ് ഈ ഫോണിൽ വരുന്നത്. നമുക്കിനി ക്യാമറ നോക്കാം. 16 MP ഒരു ഫ്രണ്ട് ക്യാമറയാണ് വന്നിരിക്കുന്നത്. അത് കാരണം കൊണ്ട് ഒരൊറ്റ ക്യാമറ ആയ കാരണം കൊണ്ട് ആ ഡിസ്പ്ലേ നല്ല രീതിയിൽ കവറായി കിട്ടുന്നുണ്ട്. ചെറിയൊരു ഡോട്ടായിട്ടാണ് ക്യാമറ വരുന്നത്. നമുക്ക് OnePlus Nordൽ 2 ക്യാമറ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് സ്പേസും കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസ്പ്ലേയുടെ. ഈ പ്രാവശ്യം അത് നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് OnePlus Nord CEയുടെ കേസിൽ. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. മെയിൻ വരുന്നത് 64 MP ഒരു ഷൂട്ടറാണ് വരുന്നത്. പിന്നെ വരുന്നത് 8 MP ക്യാമറ ആൻഡ് 2 MP ക്യാമറ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറയാണെന്ന് പറയും. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ പുതിയത് ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, സാധാരണ ആപ്ലിക്കേഷൻ പോലെ തന്നെയാണ്. ഫോട്ടോ, പോർട്രൈറ്റ്, നൈറ്റ് സ്ട്രൈപ്പ് ആൻഡ് പ്രോ മോഡിൽ വരുമ്പോൾ ചെറിയ ഡിഫറൻസ് വരുന്നത് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവുന്നുണ്ട്. യെല്ലോ കളറിലേക്ക് വരുന്നുണ്ട്, ബാക്കിയൊക്കെ വൈറ്റ് കളറിലാണ് വരുന്നത്. നമുക്ക് വീഡിയോ റെസൊല്യൂഷൻ വരുന്നത് 4K 30 FPS ആണ്. പിന്നെ 1080p പോവാണ്. 4K 30 FPS മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ ഫേസ് അൺലോക്ക് ആൻഡ് ഫിംഗർ പ്രിൻറ്റ് നോക്കാം. ഫിംഗർ പ്രിൻറ്റ് നമുക്ക് നോക്കുമ്പോൾ 0.1 seconds ഒക്കെ പറയേണ്ടി വരും. അൺലോക്ക് ഫാസ്റ്റായിട്ട് തന്നെ ആവുന്നുണ്ട്, ഇഷ്യൂസൊന്നും തോന്നുന്നില്ല. ഫിംഗർ പ്രിൻ്റ് ഒന്നും വേറെ ഇഷ്യൂസൊന്നും വരുന്നില്ല. ഫിംഗർ പ്രിൻ്റ് പക്കയായിട്ട് തന്നെ ഫാസ്റ്റായിട്ട് തന്നെ ഫിംഗർ പ്രിൻ്റ് ഫേസ് അൺലോക്ക് ആവുന്നുണ്ട്, വേറെ ഇഷ്യൂസൊന്നുമില്ല. ഫേസ് അൺലോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാസ്റ്റാണ്, എനിക്ക് ഇഷ്യൂസൊന്നും തോന്നുന്നില്ല. നമുക്കിനി സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. NCSൻ്റെ മ്യൂസിക്കാണ് പ്ലേ ചെയ്യണേ. മോണോ സ്പീക്കർ ആണെങ്കിലും നല്ല ക്ലിയറാണ്, നല്ല ലൗഡാണ്, കുഴപ്പമൊന്നുമില്ല, ഇഷ്യൂസൊന്നുമില്ല. ഇപ്പോൾ ഒരു മോണോ സ്പീക്കറിൻ്റെ പ്രശ്നം വരുന്നില്ല കേട്ടോ. ഒരു സ്പീക്കർ ഇല്ലെങ്കിലും മോണോ സ്പീക്കർ അത്യാവശ്യം നല്ലോണം തന്നെ അത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി പോകുന്നുണ്ട്. OnePlus Nord CE 5Gയുടെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങൾ എന്തായാലും ഔട്ട് എങ്ങനെ വരുന്നത് നോക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വീഡിയോ എക്സ്പീരിയൻസ് തന്നെ ഫ്രണ്ട് ക്യാമറയിൽ എനിക്ക് കിട്ടുന്നുണ്ട്. ബാക്ക് ക്യാമറയിൽ നമുക്ക് നോക്കി നോക്കാം. OnePlus Nord CE 5Gയുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് ഓവറോൾ ഈ ഫോൺ നല്ലോണം ഇഷ്ടപ്പെട്ടു. ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് ഞാൻ കണ്ടത്. ഒന്നാമത്തെ കേസ്, ഈ ഒരു പ്ലാസ്റ്റിക്കിന് പകരം പോളികാർബണേറ്റ് മാറ്റിയിട്ട് ഗ്ലാസ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ലെവലൊന്ന് കൂടിയാണ് ഈ ഫോണിൻ്റെ. അതുപോലെ അലേർട്ട് സ്ലൈഡർ ഇല്ല, അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. സ്റ്റീരിയോ സ്പീക്കറിൻ്റെ കേസ് എനിക്ക് അത്ര ഇഷ്യൂ തോന്നുന്നില്ല, കാരണം മോണോ സ്പീക്കർ നല്ല ലൗഡാണ്, ക്ലിയറാണ്, അപ്പോൾ ആ ഒരു ഇഷ്യൂ വരുന്നില്ല. എന്നാലും സ്റ്റീരിയോ സ്പീക്കർ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിനെ. അതൊക്കെ പ്രൈസ് കട്ടിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് പോയതായിരിക്കും. പിന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വരുന്നത് 22,999 രൂപയാണ്. 23,000 രൂപയാണ് കറക്റ്റ് പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിൽ അത്യാവശ്യം ഡീസൻ്റായിട്ട് തന്നെ OnePlus ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് പാക്കിൻ്റെ കേസും അതുപോലെ ലൈറ്റ് സ്ലൈഡറൊക്കെ ഒന്ന് ഒഴിവാക്കിയത് ഇത്തിരി അതൊന്ന് ചെയ്യായിരുന്നു. എന്തായാലും ഗ്ലാസ് പാക്കിൻ്റെ കേസ് ഒന്ന് പരിഗണിക്കുമായിരുന്നു. എന്തായാലും അതൊക്കെ പോട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇങ്ങനത്തെ ടെക്നിക്കൽ വീഡിയോസൊക്കെ കാണാനായിട്ട് താല്പര്യമുള്ള സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.